ഈ ക്വസ്റ്റ്യനുമായിട്ട് വരുന്ന വ്യക്തികൾക്ക് ഒരു ലക്ഷ്യം വേണം. ഞാൻ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് നമുക്കങ്ങ് തീരുമാനിച്ചാൽ മതി ഇല്ലേ? എപ്പോഴും ഈ സ്പിരിച്വൽ അവേഴ്സിൽ ചോദിക്കുന്നത് ഭക്ഷണവുമായിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എനിക്ക് തീരുമാനിക്കാവുന്ന എന്ത് കഴിക്കണമെന്ന്. പിന്നെ വേറൊരാളോട് ചോദിച്ചിട്ട് വേണം ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം തീരുമാനിക്കാൻ. അതങ്ങ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കണം ചോദിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒരിടത്തു നിന്നും കിട്ടാത്ത ചോദ്യങ്ങൾ സ്പിരിച്വൽ അവേഴ്സിൽ ചോദിക്കും. അല്ലെങ്കിൽ സ്പിരിച്വൽ കോൺക്ലേവിലേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾക്ക് എവിടെയാണ് സ്പിരിച്വാലിറ്റിയിൽ ഇങ്ങനെ ചോദിക്കാൻ അവസരം കിട്ടുന്നത്? ഇന്ന് ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ലീഡറുടെ അടുത്ത് പോയി നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നേരത്തെ എഴുതി കൊടുക്കും. ഇപ്പോൾ ഞാനും ചണ്ടാളബാബയും ഒരുമിച്ചിരുന്ന വേദി എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ എൻജോയ് ചെയ്തു. അദ്ദേഹം എന്നെ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ, ഞങ്ങൾ തമ്മിൽ വാഗ്വാദമുണ്ടായി, ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. എനിക്ക് വളരെ സന്തോഷമാണ്. രണ്ട് തട്ടിലുള്ള ആളുകൾ രണ്ട് തരത്തിൽ കാണാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞതിനകത്ത് സത്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ ഭക്ഷണം ഒരു പ്രാധാന്യമാക്കി കൊണ്ടുവന്നതും അത് ചർച്ചയെ വഴിതിരിച്ചു വിട്ടതും അവിടെ ഇരുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ അത് വേറെ വഴിക്ക് പോയി. പക്ഷേ സ്പിരിച്വാലിറ്റിയുടെ ഒരു വേദിയിൽ സ്പിരിച്വൽ കണ്ടന്റിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരേണ്ടത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു അഭ്യർത്ഥന ഇത്രയേ ഉള്ളൂ. ഈ തവണ ജനുവരി 3 നടക്കുന്ന സ്പിരിച്വൽ കോൺക്ലേവ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഗുരുജി നമസ്കാരം. നമസ്തേ ഗുരുജി, അടുത്തൊരു സ്പിരിച്വൽ കോൺക്ലേവ് വരാൻ പോവുകയാണ് ജനുവരി 3. എങ്ങനെയായിരിക്കും ഗുരുജിയുടെ ഭാഗത്ത് നിന്ന് സ്പിരിച്വൽ കോൺക്ലേവിൽ ഒന്ന് കാണുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ അവേഴ്സിനെ തന്നെ വളരെ സന്തോഷപൂർവ്വം ആസ്വദിച്ച കൂട്ടത്തിലാണ്. കാരണം ഇന്ന് സ്പിരിച്വാലിറ്റിക്ക് കേരളത്തിൽ വലിയ പ്രാധാന്യമില്ലാതിരിക്കുക. നമ്മൾ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്പിരിച്വൽ ചാനൽസ് തന്നെ കണ്ടമാനമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരു സാധനമില്ല. സ്പിരിച്വാലിറ്റിക്ക് അല്പം പോലും പ്രാധാന്യമില്ല. അപ്പോഴാണ് നിങ്ങളെപ്പോലെയുള്ള ഒരു ടീം ഇങ്ങനെ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഇന്ന് അനേകം സ്പിരിച്വൽ യൂട്യൂബേഴ്സ് ഇന്ന് ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു ചാനൽ മറ്റൊരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ പരസ്പരമായിട്ട് വിഘടിച്ച് നിൽക്കുകയാണ്. ഇവിടെയാണ് നിങ്ങളുടെ സ്പിരിച്വൽ അവേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വളരെയധികം ഇമ്പോർട്ടൻസ് വന്നത്. അപ്പോൾ എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവന്ന് ഒരു പ്ലാറ്റ്ഫോമിലിരുത്തി വ്യത്യസ്ത ആശയങ്ങൾ, ഒരേ ക്വസ്റ്റ്യന് വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത പെർസ്പെക്റ്റീവിലുള്ള ആൻസറുകളെ തന്ന് ജനങ്ങളെ കുറച്ചുകൂടി ബോധവൽക്കരിക്കുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു. അതൊരു വർഷം കൊണ്ട് 3 പ്രോഗ്രാമേ നടത്തിയുള്ളൂ എങ്കിലും 3 നല്ല വിജയമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. 3 പ്രോഗ്രാമിലും നമ്മുടെ 3 പുസ്തകങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ കോൺക്ലേവ് നടക്കുകയാണ്, അവിടെയും നമുക്കൊരു പുസ്തക പ്രദർശനമുണ്ട്. അത് ഇംഗ്ലീഷിലുള്ളതാണെന്ന് മാത്രം. അതിൽ നിന്ന് സ്പിരിച്വൽ അവേഴ്സിൽ നിന്ന് സ്പിരിച്വൽ കോൺക്ലേവിലേക്ക് വന്നപ്പോൾ ഒരു ഉയർച്ച സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരടുത്ത ലെവലിലുള്ള കുറച്ച് വ്യക്തികളെ കൂടി ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഭജൻ പ്രോഗ്രാം കൂടി ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നീട് ഈ സ്പിരിച്വൽ ചർച്ചകളാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. പക്ഷെ അതിൽ അതൊരു അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ആ ചർച്ചകൾ മനോഹരമാക്കാൻ എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്? കാരണം ചോദ്യങ്ങളുടെ അഭാവം പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. ചില ചോദ്യങ്ങൾ പോയി കഴിഞ്ഞാൽ വഴിവിട്ട് പല ദിശയിലേക്ക് നമ്മൾ പോകാറുണ്ട്. എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നല്ലൊരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നത്? ഇപ്പോൾ വരുന്ന ഗസ്റ്റുകൾക്കാണെങ്കിലും അവർക്കൊരു ഐഡിയ കിട്ടും. ആദ്യം അതിന് വേണ്ടത് ഈ ക്വസ്റ്റ്യനുമായിട്ട് വരുന്ന വ്യക്തികൾക്ക് ഒരു ലക്ഷ്യം വേണം. ഞാൻ എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത്? നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് നമുക്കങ്ങ് തീരുമാനിച്ചാൽ മതി ഇല്ലേ? എപ്പോഴും ഈ സ്പിരിച്വൽ അവേഴ്സിൽ ചോദിക്കുന്നത് ഭക്ഷണവുമായിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എനിക്ക് തീരുമാനിക്കാവുന്ന എന്ത് കഴിക്കണമെന്ന്. പിന്നെ വേറൊരാളോട് ചോദിച്ചിട്ട് വേണം ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം തീരുമാനിക്കാൻ. അതങ്ങ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കണം ചോദിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഒരിടത്തു നിന്നും കിട്ടാത്ത ചോദ്യങ്ങൾ സ്പിരിച്വൽ അവേഴ്സിൽ ചോദിക്കണം. അല്ലെങ്കിൽ സ്പിരിച്വൽ കോൺക്ലേവിലേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കണം. സിമ്പിളായിട്ടുള്ളതല്ല. നിങ്ങൾക്ക് ലൈവായിട്ട് ചോദിക്കാനുള്ള അവസരം കിട്ടുകയാണ്. നിങ്ങൾക്ക് എവിടെയാണ് സ്പിരിച്വാലിറ്റിയിൽ ഇങ്ങനെ ചോദിക്കാൻ അവസരം കിട്ടുന്നത്? ഇന്ന് ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ലീഡറുടെ അടുത്ത് പോയി നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നേരത്തെ എഴുതി കൊടുക്കണം. വേണ്ടേ? എന്നിട്ട് അവിടെ അംഗീകരിക്കുന്നതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേദിയിൽ ചോദിക്കാൻ പറ്റുള്ളൂ. അത് ഇത്ര ചോദ്യം എന്നൊക്കെ പറഞ്ഞ് പാക്കേജ് എടുത്തേക്കായിരിക്കും. ഇവിടെ ഇതൊന്നുമില്ല. വ്യത്യസ്ത തലത്തിൽ അറിവുള്ള വ്യക്തികൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം
ആകാശത്തിന് താഴെയുള്ള എന്ത് ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കാം, ഞാൻ ഉത്തരം പറയാൻ തയ്യാറായിട്ട് തന്നെയാണ് വരുന്നത്. കാരണം അത്രയും ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. അടുത്തിരിക്കുന്ന ഗുരുവിനെ, അല്ലെങ്കിൽ അത്ര റെസ്പെക്റ്റോടെ കാണുന്ന ഗുരുവിനെ അദ്ദേഹത്തിന് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലേ അതിനൊരു പ്രയോജനമുള്ളൂ. എക്സാക്ട്ലി. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞ കൃഷ്ണദേവരായർ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു, നമ്മുടെ സൗത്ത് ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്ന. അദ്ദേഹത്തിൻ്റെ രാജസദസ്സിലെ ദിഗ്ധകർ എന്ന് പറയുന്ന ഒരു 8 മഹത് വ്യക്തികളുണ്ടായിരുന്നു. ആ 8 വ്യക്തികൾ പണ്ഡിതന്മാർ ചേർന്നിട്ടാണ് ആ രാജസദസ്സിനെ ഇത്രയും എൻഹാൻസ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ഓഡിയൻസിന് ആളുകളില്ലാഞ്ഞിട്ടല്ല, നല്ല ടീമിനെ തന്നെയാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ട് വരുന്നത്. ഇപ്പോൾ എനിക്കും ഞാനും ചണ്ടാള ബാബയും ഒരുമിച്ചിരുന്ന വേദി എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ എൻജോയ് ചെയ്തു. അദ്ദേഹം എന്നെ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ, ഞങ്ങൾ തമ്മിൽ വാഗ്വാദമുണ്ടായി, ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഞാൻ ഓപ്പണായിട്ട് പറയുന്ന കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിക്കുന്ന ആളല്ല. അതിനെ 2 തട്ടിലുള്ള ആളുകൾ 2 തരത്തിൽ കാണാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞതിനകത്ത് സത്യം എന്താണെന്ന് മനസ്സിലാക്കുക, അത് ആളുകൾ തീരുമാനിക്കുക, അത് എടുക്കുക. ഞങ്ങൾ 2 പേരും പറഞ്ഞതിനകത്ത് ആത്മീയതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മീയത അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള, എൻ്റെ ആത്മീയത പ്രപഞ്ചധർമ്മം അനുസരിച്ചിട്ട് നിൽക്കുന്നത്. എനിക്ക് വേറെ യാതൊരു അജണ്ടയില്ല. ഞങ്ങൾ പറഞ്ഞതിൽ 2ലും സത്യമാണുള്ളത്. ഇവിടെ ഭക്ഷണം ഒരു പ്രാധാന്യമാക്കി കൊണ്ടുവന്നതും അത് ചർച്ചയെ വഴിതിരിച്ചു വിട്ടതും അവിടെ ഇരുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ അത് വേറെ വഴിക്ക് പോയി. അപ്പോൾ പിന്നെ അന്നത്തെ ആ പ്രോഗ്രാം മുഴുവൻ അത് വേറെ ആംഗിളിൽ പോയി. ഭക്ഷണം മാത്രമായിട്ടൊരു ചർച്ചയായിരുന്നു. സ്പിരിച്വാലിറ്റിയുടെ ഒരു വേദിയിൽ സ്പിരിച്വൽ കണ്ടന്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരേണ്ടത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രോഗ്രാം ഒരാഴ്ചയൊക്കെ നടത്തിയാലേ ആളുകളുടെ ചോദ്യം പോലും തെളിഞ്ഞു വരുള്ളൂ. ഈ ആത്മീയതയും ഭക്ഷണവുമായിട്ട് എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? എല്ലാറ്റിനും പ്രാധാന്യമുണ്ട്, ഭക്ഷണം മാത്രമല്ല. ആത്മീയതയേക്കാൾ കൂടുതൽ നമ്മള് പ്രയോറിറ്റി ഭക്ഷണത്തിന് കൊടുക്കേണ്ടതുണ്ടോ? എൻ്റെ നിർഭാഗ്യം എന്ന് പറയട്ടെ, എന്നെ എന്നും ഈ ആത്മീയതയുടെ ഡിസ്കഷന് ഭക്ഷണത്തിന് പ്രാധാന്യം വരുത്തിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ അവഹേളിച്ച് പറയേണ്ടതായിട്ട് വരും. ഗുരുജിയുടെ ഒരു ശൈലിയാണെന്ന് തോന്നുന്നു. ഇപ്പം ശവക്കറി കഴിക്കരുത് എന്ന് പറയുന്ന ഗുരുജിയുടെ ഒരു ശൈലിയിൽ പറയുന്ന ഒരു ഇത് അത് കേൾക്കുമ്പോൾ നല്ലൊരു രസമാണ്, അല്ലെങ്കിൽ കേൾക്കുന്നവർക്കൊരു ചിലർക്ക് എന്താണ് ഈ പറയുന്നതെന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അത് ട്രിഗർ ചെയ്ത് ചോദിക്കുന്നത് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാം, സിമ്പിളായിട്ട് പറയാം. മത്സ്യമാംസം കഴിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെ നിൽക്കുന്നവൻ ശ്രദ്ധിക്കില്ല, അടുത്ത് നിൽക്കുന്നവൻ മാത്രം മത്സ്യമാംസം കഴിക്കരുത്. എന്താ ശവക്കറി കഴിക്കരുത് എന്ന് പറയുമ്പോഴത്തേക്ക് അകലെ നിൽക്കുന്നവനും എന്താടാ പറഞ്ഞേ ഇല്ലേ, ഒന്ന് നോട്ടീസ് ചെയ്യും. ഇത് ആളുകൾ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അതിൻ്റെ തീക്ഷ്ണത അത്രമാത്രം വലുതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ടിയിൽ യാത്ര ചെയ്യുക. അപ്പോൾ ഹൈവേ വഴിക്കല്ല, ഉള്ളുവഴിക്കാണ് ഞാൻ കയറി യാത്ര ചെയ്തത്. ഏകദേശം ഞാൻ എൻ്റെ ഒരു മണിക്കൂർ യാത്രയ്ക്കിടയിൽ ഒരു 100-400 ഹോട്ടൽ ഞാൻ കണ്ടു. മുഴുവൻ കുഴിമന്തിയാണ്. മനുഷ്യൻ എങ്ങോട്ടേക്കാണ് പോകണത്? ഭക്ഷണത്തിന് പ്രാധാന്യം ഞാൻ പറഞ്ഞില്ലെങ്കിലും കാണുന്ന അത് തന്നെയല്ലേ. ഒരു ഹോട്ടൽ കഴിഞ്ഞാൽ 100 മീറ്റർ പോലും ഗ്യാപ്പില്ല, അടുത്ത ഹോട്ടലും ഇതും കുഴിമന്തി തന്നെയാണ് അവിടെ കാണുന്നത്. ആളുകൾക്ക് മുഴുവൻ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. കൊല വിളിച്ച് ഒരു പ്രത്യേക തരം സമൂഹം ജീവിച്ചു പോന്നുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ ധർമ്മം പറയാൻ വേണ്ടിയിട്ട് നമ്മളിരിക്കുകയാണ്. ഇതാദ്യം മാറിയാലല്ലേ പിന്നെ ആത്മീയത സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ആദ്യം നമ്മുടെ ഭക്ഷണമാണ് മാറ്റേണ്ടത്. നമ്മൾ എന്ത് ധർമ്മത്തെ പറ്റിയിട്ടാണ് പറയണത് ഇവിടെ? ഇന്ന് ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ എങ്ങും ഇല്ലാണ്ടായി. 6 വയസ്സ് ഉള്ള കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് പറയണു, ഒന്നിലധികം വിവാഹം കഴിക്കണമെന്ന് പറയണു, ഇഷ്ടമുള്ള രീതിയിൽ കുത്തഴിഞ്ഞ് ജീവിക്കണമെന്ന് പറയും. ഇതിനകത്ത് എന്തെങ്കിലും ധർമ്മമുണ്ടോ? ധർമ്മത്തെ പറ്റി നമ്മൾ എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടത്? ധർമാധർമ്മങ്ങളെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് ചോദ്യം ചോദിച്ചാൽ മതി. അപ്പോൾ ആ ടോപ്പിക്കിലേക്ക് വന്നു. അപ്പോൾ ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, ധർമ്മത്തിൽ തന്നെ ഇരിക്കുന്ന അധർമ്മം എന്താണ്, ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മളിങ്ങനെ അക്കമിട്ട് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു കൊച്ചുകുട്ടി ജനിക്കുമ്പോൾ അതിനാദ്യം കൊടുക്കേണ്ടത് തേനും വയമ്പും, ആ കൂട്ടത്തിൽ ആത്മീയതയാണ്. ആത്മീയതയുള്ള ഒരു കുടുംബത്തിലാണ് ഒരു കുട്ടി ജനിച്ചതെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അറിവായിരിക്കും ലഭിക്കുന്നത്. ആ കുട്ടിയുടെ ആദ്യം കൊടുക്കുന്ന അന്നമയ കോശത്തിലൂടെ ആ കുട്ടിക്ക് വേണ്ടത് നല്ലത് കിട്ടിയിരിക്കും. അപ്പോൾ അന്നമയ കോശം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് വിജ്ഞാനം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ആ സമയത്ത് അതിനെ പഠിപ്പിക്കുക പോലും വേണ്ട. അത് പഠിക്കുന്നത് പ്രപഞ്ചത്തെയും തന്നെ കണ്ടും കേട്ടും പഠിക്കുക.
അത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 5 വയസ്സ് അതിനെ ദൈവത്തെ പോലെ സംരക്ഷിച്ചാൽ മാത്രം മതി ആ കുട്ടി നന്നാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ പ്രേക്ഷകരോട്. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ വരുന്നത് കൊണ്ടോ വരാതിരിക്കുന്നതുകൊണ്ടോ എൻ്റെ പേഴ്സണലായിട്ടൊരു നേട്ടമില്ല. പക്ഷേ ഒരു സാധാരണ യൂട്യൂബ് ചാനൽ ഇതിനു വേണ്ടി എടുക്കുന്ന എഫർട്ട്, അതിനു വേണ്ടി എടുക്കുന്ന എക്സിക്യൂഷൻ, ഇത് പൈസ ചിലവ് ഒരു ഭാഗത്തുണ്ട്, അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്നതും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇതിനെ മനസ്സിലാക്കി വീഡിയോ കാണുന്ന നിങ്ങൾ ആ വേദിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ മാത്രമേ ഭാരതത്തിലെ എക്സ്പെഷ്യലി കേരളത്തിലെ സ്പിരിച്വാലിറ്റി നന്നാവുള്ളൂ. കേരളത്തിലെ സ്പിരിച്വാലിറ്റി നന്നായാൽ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലെ ജീവിത രീതിയിൽ മാറ്റം ഉണ്ടാവും, സമാധാനവും സന്തോഷവും ഉണ്ടാവും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു അഭ്യർത്ഥന ഇത്രയേ ഉള്ളൂ. ഈ തവണ 3-ാം തീയതി, ജനുവരി 3-ാം തീയതി നടക്കുന്ന സ്പിരിച്വൽ കോൺക്ലേവ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് ഭാവി കേരളത്തിൻ്റെ നന്മയ്ക്കായി വഴിതെളിക്കും. നന്ദി, നമസ്കാരം.